ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഫ്രാൻസിസ് മാർപ്പാപ്പായുടെ അവിടുന്ന് നമ്മെ സ്നേഹിച്ചു എന്ന ചാക്രിക ലേഖനത്തിൻ്റെ പഠന പരമ്പരയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ പഠനം ആരംഭിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇന്ന് 102 മുതൽ 108 വരെയുള്ള ഖണ്ഡികകളാണ് പഠന വിധേയമാക്കുക. ചരിത്രത്തിലെ വചനത്തിൻ്റെ പ്രതിധ്വനികൾ എന്നതാണ് അതിൻ്റെ തലക്കെട്ട്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന കൃപയുടെയും ജീവൻ്റെയും പ്രാധാന്യം സഭാപിതാക്കന്മാരുടെ കാഴ്ചപ്പാടുകളിലൂടെയും വ്യാഖ്യാനങ്ങളിലൂടെയും ഉൾക്കാഴ്ചയിലൂടെയുമൊക്കെ വ്യാഖ്യാനിക്കുന്ന ഭാഗമാണ് ഇത് നമ്മൾ പ്രത്യേകമായി പഠിക്കുക. ഈശോയുടെ മുറിവേറ്റ വിലാപ്പുറം എങ്ങനെ രക്ഷയുടെയും കുദാശകളുടെയും സ്നേഹത്തിൻ്റെയും ഉറവിടമായി മാറുന്നു എന്ന് ഈ ഭാഗം വ്യക്തമാക്കുന്നു. ഇന്നലെ നമ്മൾ പഠിച്ചൊരു കാര്യമായിരുന്നു ഈശോയുടെ മുറിവേറ്റ തിരുഹൃദയം, അവിടെ നിന്നൊഴുകുന്ന തിരുജലം, തിരുരക്തം രക്ഷയുടെയും കുദാശകളുടെയും സ്നേഹത്തിൻ്റെയും ഉറവിടമാണ് എന്ന് ഇന്നലെ പഠിച്ചു. അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഇന്ന് നമ്മൾ കാണാനായിട്ട് പോവുക. 102-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ജീവജലത്തിൻ്റെ ഉറവിടം തിരുഹൃദയം. ഈ ഖണ്ഡികയിൽ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ചരിത്രത്തിൽ ഈശോയുടെ മുറിവേറ്റ ഹൃദയം പരിശുദ്ധാത്മ ജലത്തിൻ്റെയും തിരുവചനത്തിൻ്റെയും കുദാശകളുടെയും ഉറവിടമായി എങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നു എന്ന് വിശദീകരിക്കുന്ന ഭാഗമാണ്. ഈ ഖണ്ഡികയിലാണ് വിശുദ്ധീകരിക്കുക. ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നൊഴുകിയുന്ന ജീവജലത്തിൻ്റെ സ്വർഗീയ ഉറവയിൽ നിന്നാണ് രക്തസാക്ഷികൾ ധൈര്യം പ്രാപിച്ചത് എന്ന് റൂഫിനസ് വ്യാഖ്യാനിക്കുകയാണ്. ഏഷ്യ മൈനറിലെ സഭാപിതാക്കന്മാർ ഈ ആശയത്തിന് വലിയ ഊന്നൽ നൽകുകയും ചെയ്യുന്നുണ്ട്. അതായത് തിരുവചനത്തിൻ്റെയും കുദാശകളുടെയും ഉറവിടമായിട്ട് ഈശോയുടെ തിരുഹൃദയം മാറുന്നു എന്നുള്ളത്. പറയുന്ന കാര്യം ഇതാണ്: ഈശോയുടെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നും പാർശ്വത്തിൽ നിന്നൊഴുകുന്ന ജീവജലത്തിൻ്റെ സ്വർഗീയ ഉറവയിൽ നിന്നാണ് ഈ തിരുവചനത്തിൻ്റെയും കുദാശകളുടെയും ഒക്കെ പരിശുദ്ധാത്മ ജലത്തിൻ്റെയും ഒക്കെ അതിൻ്റെ ഉറവിടമെന്ന് പറയുന്നത് എന്നാണ് വിശുദ്ധ റൂഫിനസ് പറയുന്ന കാര്യമാണ്. പഴയ നിയമത്തിൽ പാറ ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 17-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ഈശോ ദൈവം മോശയോട് പാറയിൽ അടിക്കാൻ പറയുന്നതും അവിടെ നിന്ന് ജലമൊഴുകുന്നതുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. പാറ എന്ന് പറയുന്നത് ദൈവിക സാന്നിധ്യത്തിൻ്റെ അടയാളമായിരുന്നു. വിശ്വാസികളായ നമ്മൾ ആത്മാവിൽ പുനർജനിക്കുന്നത് പാറയിലെ പിളർപ്പിൽ നിന്നും ഉയർന്നു വരുന്ന ആ ജലത്തിൽ നിന്നാണ്. അതായത് ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തെയാണത് സൂചിപ്പിക്കുക. കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട ആ ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തു നിന്നും ആണ് വരുന്നത്. ഞങ്ങൾ വന്നിരിക്കുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നാണ് എന്നുള്ള പ്രസ്താവന നമുക്കറിയാം. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള ജീവജലത്തിൻ്റെ പ്രവാഹം നമ്മളിലേക്ക് ഒഴുകുന്നു എന്നതിനെ സൂചിപ്പിക്കുന്നു. വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകൾ, ഈ ആശയത്തെ ശക്തിപ്പെടുത്തുന്ന വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകൾ നമുക്ക് കേൾക്കാം. ക്രിസ്തുവിൽ നിന്നും പാനം ചെയ്യുക, കാരണം അവിടുന്ന് നീരുറവ ഒഴുക്കുന്ന പാറയാണ്. അവിടുന്ന് ജീവൻ്റെ ഉറവിടമാണ്. അവിടുന്ന് ദൈവത്തിൻ്റെ നഗരത്തെ നനയ്ക്കുന്ന നീരുറവയാണ്. അവിടുന്ന് നമ്മുടെ സമാധാനമാണ്. അവിടുത്തെ പാർശ്വത്തിൽ നിന്നും ജീവജലം ഒഴുകുന്നു. വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകളാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ജീവജലത്തിൻ്റെ പ്രവാഹം നമ്മളിലേക്ക് ഒഴുകുന്നു എന്നത് വിശുദ്ധ അംബ്രോസിൻ്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടാണ് പരിശുദ്ധ പിതാവ് പറയുക. ക്രിസ്തുവിൽ നിന്നും പാനം ചെയ്യുക എന്ന് പറഞ്ഞിട്ട് അംബ്രോസ് പറയുന്ന കാര്യം ഇതാണ്: അവിടുന്ന് ഈശോ നീരുറവ ഒഴുക്കുന്ന പാറയാണ്. പഴയ നിയമത്തിലെ ആ പാറയുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തുക. അവിടുന്ന് ജീവൻ്റെ ഉറവിടമാണ്.
അവിടുന്ന് ദൈവത്തിൻ്റെ നഗരത്തെ നനയ്ക്കുന്ന നീരുറവയാണ്. അവിടുന്ന് നമ്മുടെ സമാധാനമാണ്. അവിടുത്തെ പാർശ്വത്തിൽ നിന്നും ജീവജലം ഒഴുകുന്നു. ഇത് ക്രിസ്തുവിൻ്റെ ഹൃദയം നമ്മുടെ ആത്മീയ ദാഹത്തെ ശമിപ്പിക്കുന്ന ജീവൻ്റെ ഉറവിടമാണെന്ന് ഊന്നി പറയുകയാണ്. ഇക്കാര്യമാണ് 102-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ കാണുന്നത്. 103-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ കേന്ദ്രമാണ് തിരുഹൃദയം. തിരുഹൃദയത്തോടുള്ള ഭക്തിയെ കർത്താവുമായുള്ള നമ്മുടെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ കേന്ദ്രമായിട്ടാണ് വിശുദ്ധ അഗസ്റ്റിൻ കാണുന്നത്. ആ ഒരു ചിന്തയാണ് ഈ 103-ാമത്തെ ഖണ്ഡികയിൽ പരിശുദ്ധ പിതാവ് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക. ക്രിസ്തുവിൻ്റെ മുറിവേറ്റ വിലാപ്പുറം കൃപയുടെയും കുദാശകളുടെയും ഉറവിടം മാത്രമല്ല. നമ്മളിതിനു മുമ്പ് കണ്ടതായിരുന്നു. കൃപയുടെയാണ്, കുദാശകളുടെ ഉറവിടം ആണ് ഈശോയുടെ മുറിവേൽപ്പിക്കപ്പെട്ട ഹൃദയമെന്നാണ് നമ്മളിപ്പോൾ 102-ാമത്തെ ഖണ്ഡികയിൽ കണ്ടത്. ഇവിടെ പറയുന്നു, ക്രിസ്തുവിൻ്റെ മുറിവേറ്റ വിലാപ്പുറം കൃപയുടെയും കുദാശകളുടെയും ഉറവിടം മാത്രമല്ല, ക്രിസ്തുവുമായുള്ള നമ്മുടെ അടുപ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടിക്കാഴ്ചയുടെയും പ്രതീകമാണ്. അപ്പോൾ അത് വ്യക്തിപരമായി മാറുകയാണ്, സഭാത്മകമായ. ഇപ്പോൾ കൃപയുടെയും കുദാശകളുടെയും ഉറവിടം എന്ന് പറയുമ്പോൾ അതൊരു സഭാത്മകമായി മാത്രം നിൽക്കുകയാണ്. അതുമാത്രമല്ല എന്ന് പറയുകയാണ്, അതുണ്ട്. ഈശോയുടെ തിരുഹൃദയം കൃപയുടെയാണ്, കൂദാശകളുടെയൊക്കെ ഉറവിടം തന്നെയാണ്. അത് പൂർണ്ണമായി സമ്മതിക്കുന്നത് സഭാത്മകമായ കാര്യമാണ്. അതിനപ്പുറം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വെച്ചുകൊണ്ട് ക്രിസ്തുവുമായുള്ള നമ്മുടെ അടുപ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കൂടിക്കാഴ്ചയുടെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയമെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്. ഏറ്റവും വലിയ ജ്ഞാനത്തിൻ്റെ ഉറവിടം ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണെന്ന് വിശുദ്ധ അഗസ്റ്റിൻ പറയുകയാണ്. ഏറ്റവും വലിയ ജ്ഞാനം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ലോകത്തിലുള്ള എല്ലാം അറിഞ്ഞിരിക്കുക എന്നതിനേക്കാൾ ഉപരി വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നു, ഏറ്റവും വലിയ ജ്ഞാനമെന്ന് പറയുന്നത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവാണ്. അന്ത്യത്താഴ്വേളയിൽ ക്രിസ്തുവിൻ്റെ മാറിലേക്ക് ചാരിക്കിടന്ന പ്രിയ ശിഷ്യനായ യോഹന്നാൻ ഈ ജ്ഞാനത്തിൻ്റെ രഹസ്യസ്ഥാനത്തോട് അടുത്തുവെന്നാണ് അഗസ്റ്റിൻ പറയുക. അറിയാമല്ലോ, അന്ത്യത്താഴ്വേളയിൽ ഈശോ അപ്പം മുറിച്ച് കൊടുക്കുന്ന സമയത്ത് പ്രിയ ശിഷ്യനായ യോഹന്നാൻ ഈശോയുടെ വക്ഷസ്സിലേക്ക് ചാരിക്കടന്നു എന്നാണ് നമ്മൾ കാണുക. അതിനെക്കുറിച്ച് വിശുദ്ധ അഗസ്റ്റിൻ പറയുന്നതാണ്, ജ്ഞാനത്തിൻ്റെ രഹസ്യ സ്ഥാനത്തോട്, അതായത് ഈശോയുടെ തിരുഹൃദയത്തോട് അവൻ അടുത്തുവെന്ന് പറയുകയാണ്. അതുകൊണ്ട് യോഹന്നാൻ്റെ സുവിശേഷം മുഴുവൻ എടുത്തു നോക്കി അത് സ്നേഹത്തിൻ്റെ സുവിശേഷം എന്നുകൂടിയാണ് വിളിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് ഈശോയെക്കുറിച്ചുള്ള സ്നേഹത്തിൻ്റെ വലിയൊരു പഠിപ്പിക്കൽ അനുഭവതലത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലാണ് യോഹന്നാൻ തന്നെ സുവിശേഷത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുക. അത് ഈശോയുടെ ഈ രഹസ്യസ്ഥാനത്ത്, അതായത് ഈശോയുടെ തിരുഹൃദയത്തോട് ചേർന്നിരുന്ന് സ്വന്തമാക്കിയ, അല്ലെങ്കിൽ ആ അടുത്തിരുന്നപ്പോൾ, അതുകൊണ്ടാണ് യോഹന്നാന് ഈശോയെക്കുറിച്ച് ഈ സ്നേഹത്തിൻ്റെ ഭാഷയിൽ എഴുതാനായിട്ട് സാധിക്കുക. ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ സ്നേഹം അനുഭവിച്ചത് കൊണ്ടാണ്. ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് നിന്നൊഴുകുന്ന ജീവജലം പാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആഴത്തിലുള്ള അനുഭവമാണെന്ന് വിശുദ്ധ ജെറോം വിശദീകരിക്കുകയാണ്. വിശുദ്ധ ജെറോം പറയുന്നത്, ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്ത് നിന്നൊഴുകുന്ന ജീവജലം പാനം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ആഴത്തിലുള്ള അനുഭവമാണ്. അതായത് തിരുഹൃദയ ഭക്തി കേവലമൊരു തത്വശാസ്ത്രപരമായ ആശയമല്ല, മറിച്ച് ഈ ക്രിസ്തുവുമായി, ഈശോമിശിഹായുമായി ആഴമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ്. അതുകൊണ്ടിത് സഭാത്മകമായ രീതിയിൽ കൃപയുടെയും കുദാശകളുടെയും ഉറവിടം മാത്രമായിട്ടല്ല, ഈശോയുമായുള്ള ആഴമായൊരു ബന്ധം സ്ഥാപിക്കുന്ന വ്യക്തിപരമായ ഒരു അടുപ്പത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ പ്രതീകമാണ് ഈശോയുടെ തിരുഹൃദയം. 104-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹത്തിൻ്റെയും കരുണയുടെയും പ്രവാഹമാണ് തിരുഹൃദയം. വിശുദ്ധ ബെർണാഡ് പറയുന്ന വാക്കുകളാണ് പരിശുദ്ധ പിതാവ് ഈ ഖണ്ഡികയിൽ ആദ്യമായി തന്നെ ഉപയോഗിക്കുക. കർത്താവിൻ്റെ കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട പാർശ്വത്തെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ മുഴുവൻ സ്നേഹത്തിൻ്റെയും
വെളിപ്പെടുത്തലും പ്രവാഹവുമായിട്ടാണ് മനസ്സിലാക്കുന്നത്. കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട പാർശ്വത്തെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിലെ മുഴുവൻ സ്നേഹത്തിൻ്റെയും വെളിപ്പെടുത്തലും പ്രവാഹവുമായിട്ടാണ്. കുത്തിമുറിവേൽപ്പിക്കപ്പെട്ടപ്പോൾ അവിടുന്ന് തിരുജലവും തിരുരക്തവും ഒഴുകിയെന്ന് നമ്മൾ കാണുന്നുണ്ട്. അതായത് ഈശോയുടെ സ്നേഹം അവസാന തുള്ളി രക്തവും ജലവും നമുക്കായി ഒഴുക്കിയെന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇത് സ്നേഹത്തിൻ്റെ മുഴുവൻ സ്നേഹത്തിൻ്റെയും ഒരു വെളിപ്പെടുത്തലും പ്രവാഹവുമായിട്ട് കാണുക. ഈ മുറിവിലൂടെ ക്രിസ്തു തൻ്റെ ഹൃദയം നമുക്കായി തുറക്കുകയും അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അതിരുകളില്ലാത്ത രഹസ്യം ഉൾക്കൊള്ളാൻ നമ്മെ പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്, ഈശോയെ നിൻ്റെ തിരുഹൃദയത്തിൽ എന്നെ ഒളിപ്പിക്കണമേ, നിൻ്റെ തിരുമുറിവുകളിൽ എന്നെ ഒളിപ്പിക്കണമേ എന്ന് പറയുന്നതിൻ്റെ പ്രാർത്ഥിക്കുന്നതിൻ്റെ ഒരു കാര്യം അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടല്ലോ. കാരണം നമുക്കായി അവൻ ഹൃദയം പരിപൂർണമായി തുറന്നിരിക്കുകയാണ്. അത് അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും അതിരുകളില്ലാത്ത രഹസ്യം ഉൾക്കൊള്ളാൻ നമ്മളെ പ്രാപ്തരാക്കുകയാണ്. ആ രഹസ്യത്തിലേക്കാണ് നമ്മളെ, അതായത് ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് നമ്മൾ എന്നെ ഒളിപ്പിക്കണമേ, നിൻ്റെ തിരുമുറിവുകളിൽ എന്നെ ഒളിപ്പിക്കണമേ എന്നൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ, അതായത് ഈശോയുടെ സ്നേഹത്തിലും കരുണയിലും അതിരുകളില്ലാത്ത രഹസ്യം ഉൾക്കൊള്ളുന്നതിലേക്ക് എന്നെ ചേർത്ത് നിർത്തണമേ എന്ന് തന്നെയാണ് പ്രാർത്ഥിക്കുന്നത്. അത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈശോയെക്കുറിച്ചുള്ളൊരു സ്നേഹം നിറയുമ്പോൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതുപോലെ ബെർണാഡ് പറയുന്നു, വിശുദ്ധ ബെർണാഡിൻ്റെ വാക്കുകൾ വീണ്ടും ആവർത്തിക്കുകയാണ്, എനിക്ക് കുറവുള്ളതെല്ലാം ഞാൻ കർത്താവിൻ്റെ അന്തരംഗത്തിൽ നിന്നും എടുക്കുന്നു. കാരണം ആ മുറിവുകളിലൂടെ അവിടുത്തെ അന്തരംഗം കാരുണ്യത്താൽ കവിഞ്ഞൊഴുകുന്നു. നമ്മുടെ ജീവിതത്തിൽ കുറവുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് കൃപകൾ സ്വീകരിക്കേണ്ടത്, അല്ലെങ്കിൽ ആ കുറവുകളെ നികത്തേണ്ടത് എവിടെ നിന്നാണെന്നാണ് വിശുദ്ധ ബെർണാഡ് പറഞ്ഞു തരുന്നത്. ആ കുറവുകളെല്ലാം ഞാൻ കർത്താവിൻ്റെ അന്തരംഗത്തിൽ നിന്നും എടുക്കുന്നു. കാരണം അവിടുത്തെ അന്തരംഗം കാരുണ്യത്താൽ കവിഞ്ഞൊഴുകുകയാണ്. ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ കണ്ടിരുന്നു, ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും വരുന്ന ഈ സ്നേഹം സൗജന്യമാണ്. ആരൊക്കെ അതിനെ ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം സൗജന്യമായി നൽകുന്നതാണ്. അതുപോലെ തന്നെയാണ് വിശുദ്ധ ബെർണാഡിനോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് പറയുന്നത്, ആ കാരുണ്യത്താൽ കവിഞ്ഞൊഴുകുകയാണ്. ആരൊക്കെ അതിനെ സമീപിക്കുന്നുവോ അവർക്കെല്ലാം സൗജന്യമായി സ്വീകരിക്കാൻ പറ്റുന്നതാണ്. അവിടുത്തെ ശരീരത്തിലേറ്റ മുറിവുകൾ അവിടുത്തെ ഹൃദയരഹസ്യം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുവെന്നും അവിടുത്തെ അനുകമ്പയുടെ മഹത്തായ രഹസ്യം വിചിന്തനം ചെയ്യുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നുവെന്നും വിശുദ്ധ ബെർണാഡ് വീണ്ടും ആവർത്തിച്ചു പറയുകയാണ്. ഈശോയുടെ ഹൃദയം കാണുമ്പോൾ അവിടുത്തെ ശരീരത്തിലേറ്റ മുറിവുകളുടെ ഹൃദയരഹസ്യം വെളിപ്പെടുത്തി തരുന്നുണ്ട്. കാരണം ആ ഹൃദയത്തിൽ മുൾമുടിയുണ്ട്, മുറിവേറ്റ ഹൃദയമുണ്ട്. ഇതെല്ലാം മുറിവുകളെല്ലാം കാണുന്നത്, അതെല്ലാം നമുക്ക് വേണ്ടി അവൻ സഹിച്ച ആ വലിയ ത്യാഗങ്ങളുടെ ഒരു മഹത്തായ രഹസ്യം. അതായത് മനുഷ്യനോടുള്ള അനുകമ്പ കൊണ്ടാണ്, മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ് ഈശോ ഈ പാടുപീടുകളെല്ലാം സഹിച്ച് നമ്മെ രക്ഷിച്ചത്. ആ ഒരു രഹസ്യം മനസ്സിലാക്കാൻ അവിടുന്ന് നമ്മെ പ്രാപ്തരാക്കും. അത് വെറുതെ അല്ല, അവിടുത്തെ അനുകമ്പയോടെയുള്ളൊരു മനസ്സിലാക്കലാണ് നമുക്ക് നൽകുക. നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാൻ വേണ്ടിയല്ല. അനുകമ്പ എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമുക്കത് ബോധ്യമാകുന്ന രീതിയിൽ അത് മനസ്സിലാക്കാൻ നമ്മെ പ്രാപ്തരാക്കുമെന്നാണ് വിശുദ്ധ ബെർണാഡ് പറയുക. തിരുഹൃദയം ക്രിസ്തുവിൻ്റെ അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൃശ്യമായ പ്രതീകമാണ് എന്ന് നമ്മളങ്ങനെ പഠിക്കുകയാണ്. ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത് അൺകണ്ടീഷണലായിട്ടുള്ള, വ്യവസ്ഥകളില്ലാത്ത അനന്തമായ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ദൃശ്യമായ പ്രതീകമാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈശോയുടെ ഹൃദയത്തിൽ ആശ്രയിക്കാം. ഈശോയുടെ ഹൃദയത്തിൻ്റെ സ്നേഹത്തിൽ നമുക്ക് ആയിരിക്കുകയും ചെയ്യാം. 105-ാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്നേഹത്തിൻ്റെ കലയുടെ പൂർണ്ണതയാണ് തിരുഹൃദയമെന്നാണ് ഈ ഖണ്ഡികയെ നമ്മൾ പഠിക്കുക. ബെൽജിയത്തിൽ ജനിച്ച ഒരു ബെനഡിക്റ്റൈൻ വിശുദ്ധൻ വില്യം ഓഫ് സെയിൻറ്റ് തിയറി ഈ ഒരു പ്രമേയം അവതരിപ്പിക്കുന്നുണ്ട്. ഈശോയുടെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ നമ്മെ ക്ഷണിക്കുന്നു എന്നാണ് അവിടുന്ന് പറയുക. ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് പ്രവേശിക്കാൻ ഈശോ നമ്മെ ക്ഷണിക്കുകയാണ്. അതിന് വിശുദ്ധ വില്യം പറഞ്ഞു വെക്കുന്ന കാര്യം ഇതാണ്: കലയുടെ കലയാണ് സ്നേഹത്തിൻ്റെ കല. സ്നേഹം അതിൻ്റെ സ്വാഭാവിക ആകർഷണത്താൽ
അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്കും പൂർണ്ണതയിലേക്കും നീങ്ങുന്നു. ആ പൂർണ്ണതയിൽ സ്നേഹം വാഴുന്ന സ്ഥലം ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. കലയുടെ കലയാണ് സ്നേഹമെന്ന് പറഞ്ഞിട്ട് വിശുദ്ധൻ പറയുകയാണ്, സ്നേഹം അതിൻ്റെ സ്വാഭാവികമായ ആകർഷണത്താൽ, ആദ്യം പറഞ്ഞ കാര്യം എന്താണ്, ഈശോ തൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കുക നമ്മെ ക്ഷണിക്കുമെന്ന് പറയുന്നു. അപ്പം സ്നേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ക്ഷണിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ സ്വാഭാവികമായ ആകർഷണത്താൽ അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്കും പൂർണ്ണതയിലേക്കും ആ സ്നേഹം നീങ്ങും. ആ പൂർണ്ണതയിൽ സ്നേഹം വാഴുന്ന സ്ഥലമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയമാണ്. അതുകൊണ്ട് ആയതിനാൽ നമ്മളും ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ക്ഷണിക്കപ്പെടുകയാണ്. കാരണം സ്നേഹത്തിൻ്റെ അല്ലെങ്കിൽ കലയുടെ കലയാണ് സ്നേഹത്തിൻ്റെ കല എന്ന് പറയുന്ന പോലെ ആ സ്വാഭാവികമായ ആകർഷണത്തിലേക്ക് സ്നേഹം ഓരോ വ്യക്തികളെയും ആകർഷിക്കുന്നത് പോലെ ആ സ്നേഹം അതിൻ്റെ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്തേക്ക് പൂർണ്ണമായി നീങ്ങുന്നത് എന്ന് വിശുദ്ധൻ പറയുമ്പോൾ, ഈ മനുഷ്യൻ സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്ന മനുഷ്യൻ ആ പൂർണ്ണതയിലുള്ള സ്നേഹമെന്ന് പറയുന്ന ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് ആകർഷിക്കപ്പെടുകയാണ്. അല്ലെങ്കിൽ ഈശോ നമ്മെ ആ ഹൃദയത്തിലേക്ക് ക്ഷണിക്കുകയെന്നാണ് വിശുദ്ധ വില്യം നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നത്. ക്രിസ്തുവിൻ്റെ ഹൃദയം അവിടുത്തെ ദൈവികതയുടെ മധുരമുള്ള മന്ന സൂക്ഷിച്ചിരിക്കുന്ന ആത്മാവിൻ്റെ സ്വർണ്ണ കലശമാണെന്നും അത് എല്ലാ അറിവുകളെയും കവിയുന്നതും കവിയുന്നുവെന്നും വില്യം വിശുദ്ധീകരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയം അവിടുത്തെ ദൈവികതയുടെ മധുരമുള്ളൊരു മന്ന സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ആത്മാവിൻ്റെ സ്വർണ്ണ കലശമാണെന്ന് പറഞ്ഞിരിക്കുന്നത്. മധുരമുള്ള മന്ന നമുക്കറിയാം, മന്ന ദൈവികതയുടെ മധുരമുള്ള മന്ന, അവ ഭക്ഷിച്ചവരെല്ലാം സംതൃപ്തരാകുന്ന ആത്മാവിൻ്റെ സ്വർണ്ണ കലശമാണ് ഹൃദയം, ഈശോയുടെ ഹൃദയം. അത് എല്ലാ അറിവുകളെയും അതിലംഘിക്കുന്ന കാര്യമാണെന്ന് കൂടി വിശുദ്ധ വില്യം പറയുകയാണ്. ഈ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ മറയ്ക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണെന്ന് വിശുദ്ധ ഓർമ്മിപ്പിക്കുകയാണ്. വലിയ തീക്ഷ്ണതയോടെയാണ് വിശുദ്ധൻ പറയുക, ഈ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ അഗാധതയിലേക്ക് ആഴ്ന്നിറങ്ങി ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറയിൽ മറയ്ക്കപ്പെട്ടവർ ഭാഗ്യവാന്മാരാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയും അറിവിൻ്റെ ആഴവുമാണെന്ന് വിശുദ്ധൻ പറഞ്ഞ കാര്യങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധ പിതാവ് ഈ 105-ാം ഖണ്ഡികയിലൂടെ നമ്മോട് പറയുകയാണ്, സ്നേഹത്തിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ ഹൃദയമാകുന്ന ആ തിരുഹൃദയത്തിലേക്ക് എല്ലാവരും ആകർഷിക്കപ്പെടുന്നുവെന്ന് പരിശുദ്ധ പിതാവ് പറയുകയാണ്. അങ്ങനെ ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നത് സ്നേഹത്തിൻ്റെ പൂർണ്ണതയും അറിവിൻ്റെ ആഴവുമാണെന്ന് പരിശുദ്ധ പിതാവ് ഈ ഖണ്ഡികയിലൂടെ പറയുന്നു. 106-ാമത്തെ ഖണ്ഡികയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൃപയുടെയും സ്നേഹത്തിൻ്റെയും സംയോജനമാണ് തിരുഹൃദയം. വിശുദ്ധ ബനവഞ്ചർ പറയുന്ന വാക്കുകളിതാണ്, ക്രിസ്തുവിൻ്റെ ഹൃദയം കൃപയുടെയും കൂദാശകളുടെയും ഉറവിടമാണെന്ന ആശയവും സ്നേഹത്തിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന ആശയവും തമ്മിൽ ഒന്നിക്കുന്നുവെന്നാണ് വിശുദ്ധ ബനവഞ്ചർ പറയുന്നത്. ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞിരിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് ആത്മീയ പ്രവാഹങ്ങളെയും, അതായത് ക്രിസ്തുവിൻ്റെ ഹൃദയം കൃപയുടെയും കുദാശകളുടെ ഉറവിടമാണെന്ന ആശയവും സ്നേഹത്തിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ ആശയമാണെന്ന് പറയുന്ന ഇത് രണ്ടും കൂടി സംയോജിക്കുന്ന അല്ലെങ്കിൽ ഒന്നിക്കുന്ന സ്ഥലമാണ് ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നത്. അതായത് കൃപയുടെയും സ്നേഹത്തിൻ്റെയും സംയോജനമാണ് തിരുഹൃദയമെന്ന് വിശുദ്ധ ബനവഞ്ചൂർ പറഞ്ഞ കാര്യം പരിശുദ്ധ പിതാവിടെ ഓർമ്മിപ്പിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ കൃപയുടെയും കൂദാശകളുടെയും ഉറവിടമായി അവതരിപ്പിക്കുകയും ആ ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം സ്നേഹത്തിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയായി ഒരു സുഹൃത് ഗ്രന്ഥമായി മാറണമെന്ന് അഭ്യർത്ഥിക്കുകയും ചെയ്യുകയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയത്തെ കൃപയുടെയും കൂദാശകളുടെയും ഉറവിടമായി അവതരിപ്പിക്കുന്നു. ആ ഹൃദയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം സ്നേഹത്തിൻ്റെ വ്യക്തിപരമായ കൂടിക്കാഴ്ചയായി
ഒരു സുഹൃത്ത് ബന്ധമായി മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമ്മൾ ഈശോയുടെ ഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുന്നത് സ്നേഹത്തിൻ്റെ വ്യക്തിപരമായൊരു കൂടിക്കാഴ്ചയായി മാറണം, ഒരു സൗഹൃദ ബന്ധമായി മാറണമെന്ന് വിശുദ്ധ ബെനവൻച്ചർ പറയുകയാണ്. തിരുഹൃദയം കേവലം ആരാധിക്കാനുള്ളൊരു വസ്തുവല്ല, മറിച്ച് ക്രിസ്തുവുമായുള്ള ആഴത്തിലുള്ള സൗഹൃദം സ്ഥാപിക്കുവാനുള്ള ഒരു മാർഗം കൂടിയാണ്. ഈശോയുടെ തിരുഹൃദയം എന്ന് പറയുന്നതൊരു വെറുതെ ഒരു ആരാധിക്കാനുള്ള ഒരു കാര്യമായിട്ട് മാത്രം കാണരുത് എന്നും അത് ഈശോയുമായുള്ള ഒരു ആഴമായ ബന്ധം സ്ഥാപിച്ചെടുക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ട അല്ലെങ്കിൽ അതിനുള്ളൊരു മാർഗം കൂടിയാണ് എന്ന് പരിശുദ്ധ പിതാവ് ഓർമ്മിപ്പിക്കുകയാണ്. നൂറ്റിയേഴാം ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സഭയുടെ രൂപീകരണം, കുദാശകളുടെ ഉത്ഭവം, ഇവ രണ്ടും തിരുഹൃദയത്തിൽ നിന്നാണ് ആരംഭിക്കുക എന്ന് പറയുന്നു. വിശുദ്ധ ബെനവൻച്ചൂർ തന്നെയാണ് ഈ ഖണ്ഡികയിലും പ്രധാന കഥാപാത്രമായി നിൽക്കുക. ബെനവൻച്ചൂർ പറയുന്ന കാര്യം ഇതാണ്: നമ്മെ കർത്താവിൻ്റെ മുറിവേറ്റ പാർശ്വമായ ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നും ഒഴുകുന്ന കൃപയുടെയും കുദാശകളുടെയും സൗന്ദര്യം ആസ്വദിക്കാൻ സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. ഈശോയുടെ തിരുഹൃദയം ആ തിരുഹൃദയത്തിൽ നിന്നും, ആ പാർശ്വത്തിൽ നിന്നും, ജീവജലത്തിൻ്റെ ഉറവയിൽ നിന്നും ഒഴുകുന്ന കൃപയുടെയും കുദാശകളുടെയും സൗന്ദര്യം ആസ്വദിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നു എന്ന് തന്നെയാണ് ബെനവൻച്ചർ പറയുന്നത്. കുരിശിൽ നിദ്ര കൊള്ളുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നും സഭ രൂപപ്പെടാനായി ഒരു പടയാളി കുന്തം കൊണ്ട് അവൻ്റെ പാർശ്വം തുറന്നു. കുരിശിലായിരിക്കുന്ന ക്രിസ്തുവിൻ്റെ പാർശ്വത്തിൽ നിന്നും സഭ രൂപപ്പെടാനായിട്ട്, ഇതാണ് ബെനവൻച്ചർ പറയുന്നത്. ഒരു പടയാളി കുന്തം കൊണ്ട് അവൻ്റെ പാർശ്വം തുറന്നു. അങ്ങനെ അവർ കുത്തി തുറന്നവനെ, കുത്തി മുറിവേൽപ്പിച്ചവനെ നോക്കി നിൽക്കും എന്ന തിരുവചനം ഇവിടെ പൂർത്തിയാവുകയാണ്. ഈശോയുടെ തിരുഹൃദയം കുത്തി തുറക്കപ്പെടുകയാണ്. ആർക്കുവേണ്ടി? സഭയുടെ രൂപീകരണത്തിനായി എന്ന് വിശുദ്ധ ബെനവൻച്ചർ പറയുന്നു. ആ മുറിവിൽ നിന്നും ഒഴുകുന്ന രക്തത്തിലും ജലത്തിലും നമ്മുടെ രക്ഷയുടെ വിലയും സഭയുടെ കൂദാശകൾക്ക് ജീവൻ നൽകുന്ന കൃപയും അടങ്ങിയിരിക്കുന്നു എന്ന് ബെനവൻച്ചർ പറയുന്നു. വളരെ വ്യക്തമായി മനസ്സിലാക്കണം. കാൽവരിയിൽ നമുക്ക് വേണ്ടി കുത്തി മുറിവേൽപ്പിക്കപ്പെട്ട, അതിൽ കുത്തി തുറക്കപ്പെട്ട ആ തിരു ഹൃദയത്തിൽ നിന്നും ഒഴുകിയ രക്തവും ജലവും അത് നമ്മുടെ രക്ഷയുടെ വിലയും സഭയുടെ കൂദാശകൾക്ക് ജീവൻ നൽകുന്ന കൃപയും അടങ്ങിയിരിക്കുന്നു. നമ്മെ രക്ഷിക്കാനുള്ള വില ആ തിരുരക്തത്തിനുണ്ട്. അതുപോലെ തന്നെ സഭയിലെ 7 കൂദാശകൾക്ക്, ആ 7 കൂദാശകൾക്ക് ജീവൻ നൽകുന്ന കൃപയും അതിൽ അടങ്ങിയിരിക്കുന്നുവെന്നാണ് വിശുദ്ധ ബെനവൻച്ചർ പറയുക. ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്ന ഒരു നീരുറവ പോലെയാണ്. ഈശോയിൽ വിശ്വസിക്കുന്നവർക്ക് ഈ പറയുന്ന 7 കൂദാശകളും ഈശോയുടെ കാൽവരിയിലെ കുരിശുമരണവുമൊക്കെ വിശ്വസിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ, അംഗീകരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അങ്ങനെ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ച് ഇത് ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്ന നീരുറവയാണ്. ക്രിസ്തുവിൻ്റെ വിലാപ്പുറത്തു നിന്നുള്ള രക്തവും ജലവും സഭയുടെ കൂദാശകളെയും അതിലൂടെ നമ്മുടെ രക്ഷയും സാധ്യമാകുന്നുവെന്നാണ് ഈ ഖണ്ഡികയിലൂടെ നമ്മളോട് പറയുക. അതായത് ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും പുറപ്പെട്ട തിരുജലം വഴിയായിട്ട് സഭ രൂപീകൃതമാകുന്നുവെന്നും അങ്ങനെ കുദാശകളുടെ ഉത്ഭവവും ആ കുദാശകൾക്ക് ജീവൻ നൽകുന്ന കൃപയും ഈ ഈശോയുടെ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്ന് വന്ന തിരുജലവും തിരുരക്തവുമാണെന്ന് കൂടി പരിശുദ്ധ പിതാവ് വിശുദ്ധ ബെനവൻച്ചറിനെ എൻ്റെ വാക്കുകൾ ചേർത്ത് വെച്ചുകൊണ്ട് നമ്മെ ഉത്ബോധിപ്പിക്കുകയാണ്. 108ാമത്തെ ഖണ്ഡികയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. തിരുഹൃദയത്തിൽ വസിക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹിതനാകുക എന്നൊരാശയമാണ് ഇതിൽ കാണുക. കൃപയിലേക്കുള്ള നമ്മുടെ പ്രവേശനം ഒരുതരം മായാജാലമോ നിയോ പ്ലറ്റോണിക് ആശയമോ ആയി കാണാതെ ക്രിസ്തുവുമായി നേരിട്ടുള്ള ബന്ധമായി കണ്ട് അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതായി മറ്റൊരു ചുവട് വയ്ക്കുവാൻ ബെനവൻച്ചർ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈ 3ാമത്തെ ഖണ്ഡികയിലും 108ാമത്തെ ഖണ്ഡികയിലും ബെനവൻച്ചർ തന്നെയാണ് നമ്മളോട് സംസാരിക്കുന്നത്, അല്ലെ ബെനവൻച്ചറിൻ്റെ വാക്കുകളിലൂടെയാണ് പരിശുദ്ധ പിതാവ് സംസാരിക്കുന്നത്.
ഇതൊരു മായാജാലമോ അല്ലെങ്കിൽ ഒരു നിയോ പ്ലറ്റോണിക് ആശയമായി കാണാതെ ഇത് ക്രിസ്തുവുമായുള്ള ഒരു ബന്ധമായി കാണണം. അത് ക്രിസ്തുവുമായുള്ള ബന്ധമായി കാണണം. അവൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നതിനായിട്ടുള്ള ഒരു ചുവടുവയ്പ്പായിട്ട് കാണാനായിട്ട് ബെനവൻച്ചർ നമ്മോട് ആവശ്യപ്പെടുകയാണ്. ഈശോയുടെ തിരുഹൃദയത്തിൽ വസിക്കുക എന്ന് പറയുന്നതാണ്. ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അതൊരു വെറുമൊരു ആശയമായിട്ടല്ല കാണേണ്ടത്, ഈശോയുമായുള്ള ബന്ധം. മുൻപ് പറഞ്ഞ കണ്ണികളൊക്കെ പറയുന്ന കാര്യം ഇതാണ്. ഇതൊരു സഭാത്മകമായ കാര്യത്തോടൊപ്പം തന്നെ ഇതൊരു വ്യക്തിപരമായ ബന്ധത്തിൻ്റെയും കൂടി കണ്ടുമുട്ടലിൻ്റെയും കൂടി ഇടമാണെന്ന് ഈശോ തിരുഹൃദയമെന്ന് ബെനവൻച്ചർ പറഞ്ഞു. അതിനെ മറ്റൊരു വിധത്തിൽ ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഇത് ക്രിസ്തുവുമായി നേരിട്ടുള്ളൊരു ബന്ധമായി കാണുവാനും അത് ഹൃദയത്തിൽ വസിക്കുന്നതിനുള്ള ഒരു ചുവടുവെപ്പായിട്ട് കാണാനായിട്ട് നമുക്ക് ഈശോ തിരുഹൃദയത്തെ സാധിക്കണം. അങ്ങനെ ആ ഉറവയിൽ നിന്നും കുടിക്കുന്നവർ ക്രിസ്തുവിൻ്റെ സ്നേഹിതരായിത്തീരും. എഴുന്നേൽക്കുക, ക്രിസ്തുവിൻ്റെ സ്നേഹിതനായ ആത്മാവെ, പാറയുടെ പിളർപ്പിൽ കൂടുകൂട്ടുന്ന പ്രാവായിരിക്കുക. ഒരു കൂട് കണ്ടെത്തുകയും അതിനെ നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്ന കുരുവിയാകുക. പരിശുദ്ധമായ പിളർപ്പിൽ തൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ സന്തതികളെ മറയ്ക്കുന്ന അരിപ്രാവായിരിക്കുക. ഇതാണ് ഈശോയുടെ തിരുഹൃദയത്തെക്കുറിച്ച് ബെനവൻച്ചർ ഒരു ഉപമയിലൂടെ പറയുകയാണ്. എഴുന്നേൽക്കുക, ആത്മാവിനോട് പറയുക, ആത്മാവെ എഴുന്നേൽക്കുക. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആത്മാവെ, പാറയുടെ പിളർപ്പിൽ കൂടുകൂട്ടുന്ന പ്രാവായിരിക്കുക. കണ്ടെത്തുകയും അതിനെ നിരന്തരം നിരീക്ഷിക്കുകയും ചെയ്യുന്നൊരു കുരുവിയായിരിക്കുക. പരിശുദ്ധമായ പിളർപ്പിൽ തൻ്റെ പരിശുദ്ധമായ സ്നേഹത്തിൻ്റെ സന്തതികളെ മറയ്ക്കുന്ന അരിപ്രാവായിരിക്കുക. ഈ ഉപമ ബെനവൻച്ചർ പറയുന്നത് ക്രിസ്തുവിൻ്റെ ഹൃദയത്തിൽ അഭയം തേടുന്നതിൻ്റെയും അവിടെ വസിക്കുന്നതിൻ്റെയും പ്രാധാന്യമാണ് ഈ ഉപമയിലൂടെ വിശുദ്ധ ബെനവൻച്ചർ പറയുക. ഇത് ക്രിസ്തുവിനോടുള്ള ആഴത്തിലുള്ള ഐക്യത്തിൻ്റെയും സ്നേഹത്തെയും സൂചിപ്പിക്കുക. അങ്ങനെ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ സമാപിക്കുകയാണ്. ഇത് പഠിച്ച കാര്യങ്ങൾ ക്രിസ്തുവിൻ്റെ തിരുഹൃദയം കേവലം ഒരു ഭക്തിവിഷയം എന്നതിലുപരി കൃപയുടെയും സ്നേഹത്തിൻ്റെയും രക്ഷയുടെയും കൂദാശകളുടെയും ജീവിക്കുന്ന ഉറവിടവും ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ കൂടിക്കാഴ്ചയുടെ കേന്ദ്രമാണെന്ന് വ്യക്തമാക്കുകയാണ്. ഇന്നത്തെ ക്ലാസ് ഇവിടെ സമാപിക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഈശോയുടെ മാധുര്യമുള്ള തിരുഹൃദയമേ, ഞങ്ങളുടെ സ്നേഹമായിരിക്കണമേ. ഇനി നമുക്ക് ചോദ്യോത്തര വേളയിലേക്ക്